നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുക്രൈൻ തീരത്ത് കപ്പൽ ആക്രമിച്ച് റഷ്യ. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയനും. 8 പേരെ രക്ഷപ്പെടുത്തി യുക്രൈൻ സേന. കുവൈറ്റ് നേരെ വ്യോമാക്രമണ ശ്രമം നടക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം. ഇറാൻ ആക്രമണ ശ്രമങ്ങളെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കിയെന്ന പ്രചാരണം തള്ളി കുവൈറ്റ് എയർവേസ്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ചോദ്യപേപ്പർ ചോർച്ച അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. അയോധ്യ സംഭവ കൊള്ളയിലും പ്രതിഷേധം. പ്രതിപക്ഷ നടപടി സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് സ്പീക്കർ. യുദ്ധക്കളമായി ജന്തർ മന്ദർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള CJP പ്രതിഷേധത്തിൽ വൻ സംഘർഷം. സമരപ്പന്തൽ പൊളിച്ചു. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജും ജലപീരങ്കിയും. സമരക്കാരുടെ കല്ലേറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്ക്. പ്രതിഷേധം തുടർന്ന് CJP. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പാലക്കാട് കോടതി. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം കൂടി തടവ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് നിരീക്ഷണം. കോടതിക്ക് നന്ദി പറഞ്ഞ സുധാകരന്റെ മക്കൾ. ലോകകപ്പ് കിരീട നേട്ടം ആഘോഷിച്ച് സ്പെയിൻ. മാഡ്രിഡ് വിമാനത്താവളത്തിൽ ഗംഭീര വരവേൽപ്പ്. തോൽവിക്ക് പിന്നാലെ അർജന്റീനയിൽ പലയിടത്തും സംഘർഷം. യുക്രൈൻ ഒഡേസ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ റഷ്യൻ ആക്രമണം. ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന മലയാളി ജീവനക്കാരൻ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. 4 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടവരിലുള്ളത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗർ സ്വദേശി അഖിൽ ജോയനാണ് മരിച്ചത്. 10 നാവികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗോൾഡൻ ലിയോ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യൻ സിറിയൻ നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ നിറച്ച കപ്പലായിരുന്നു. 8 പേരെ രക്ഷപ്പെടുത്തിയതായി യുക്രൈൻ നാവികസേന അറിയിച്ചു. 17 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇതിനു പുറമെ യുക്രൈൻ സ്വദേശിയായ പൈലറ്റും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 20 ശേഷം കരിങ്കടലിൽ 7 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. സമീപ ദിവസങ്ങളിൽ റഷ്യൻ നഗരങ്ങളിൽ യുക്രൈൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ കപ്പലിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയൻ റോപ്പ് പുള്ളിങ്ങിൽ വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗറിലെ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകൻ. ലീവിന് നാട്ടിൽ വന്ന് വിവാഹമുറപ്പിച്ച് 1 മാസം മുമ്പാണ് തിരിച്ചുപോയത്. ഇന്ന് ഉച്ചയോടെ ജോലി സ്ഥലത്തു നിന്നും അഖിൽ ജോയൻ മരണപ്പെട്ട വിവരം വീട്ടുകാർക്ക് ഇമെയിൽ സന്ദേശമായി ലഭിക്കുകയായിരുന്നു. കുവൈറ്റ് നേരെ ഇപ്പോഴും വ്യോമാക്രമണ ശ്രമം നടക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണ ശ്രമം ചെറുക്കുകയാണെന്നും നിലവിൽ കേൾക്കുന്ന സ്ഫോടക ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ നടപടികളുടെ ഭാഗമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ എല്ലാ പൗരന്മാരും താമസക്കാരും ഔദ്യോഗിക സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സാഹചര്യം പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും സുരക്ഷാ സേന ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ഇറാൻ ആക്രമണ ശ്രമങ്ങളെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കിയെന്ന പ്രചാരണം തള്ളി കുവൈറ്റ് ദേശീയ വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസ്. കമ്പനിയുടെ വിമാന സർവീസുകളൊന്നും റദ്ദാക്കിയിട്ടില്ലെന്നും തടസ്സപ്പെട്ട സർവീസുകൾ സമയക്രമം മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും ആക്ടിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ വഹാബ് ഇബ്രാഹിം അൽ ഷത്തി വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങളുടെ ടേക്ക് ഓഫും ലാൻഡിംഗും താൽക്കാലികമായി നിർത്തിയതായും ശനിയാഴ്ചത്തെ ചില സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയെന്നും പറഞ്ഞു. എന്നാൽ ഈ തടസ്സങ്ങൾ തൊട്ടടുത്ത ദിവസത്തെ ബാധിച്ചിട്ടില്ല എന്നും ഞായറാഴ്ചത്തെ മുഴുവൻ വിമാന സർവീസുകളും നിശ്ചിത സമയപട്ടിക അനുസരിച്ച് തന്നെ സർവീസ് നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രാദേശിക വ്യോമ ഗതാഗത മാറ്റങ്ങൾ അധികൃതരുമായി ചേർന്ന് നിരീക്ഷിച്ചു വരികയാണെന്നും വിമാന സമയ മാറ്റങ്ങൾ വേഗത്തിൽ അറിയാൻ യാത്രക്കാർ ബുക്കിംഗ് വേളയിൽ നൽകുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും കുവൈറ്റ് എയർവേസ് അഭ്യർത്ഥിച്ചു. ദുബായ് സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജുകളും മുൻകൂർ പദ്ധതികളും എമിറേറ്റ്സിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കിയതായി ദുബായ് കസ്റ്റംസ്. നടപടികൾ ആഗോള സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ ദുബായിയെ കൂടുതൽ കരുത്തുറ്റതാക്കിയെന്നും അധികൃതർ വ്യക്തമാക്കി. ലോക വ്യാപാര രംഗത്തെ ദുബായിയുടെ മുൻനിര സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചെന്ന് ദുബായ് കസ്റ്റംസ് അറിയിച്ചു. വ്യാപാര സൗഹൃദ നയങ്ങളും നിക്ഷേപ പ്രോത്സാഹനങ്ങളും ദുബായിയുടെ വളർച്ചയ്ക്ക് ശക്തമായ പിന്തുണ നൽകിയതായും അധികൃതർ വ്യക്തമാക്കി.
കുവൈറ്റിൽ ആരാധനാലയങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ക്രമവൽക്കരിക്കുന്നതിനായി സർക്കാർ പുതിയ നിയമം നടപ്പിലാക്കി. ആരാധനാലയങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ മതപരമല്ലാത്ത ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതാണ് പുതിയ ഉത്തരവെന്ന് ഔഖാഫ് ഇസ്ലാമിക കാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ വസ്മി അറിയിച്ചു. ആവശ്യമായ സർക്കാർ അനുമതിയില്ലാതെ പുതിയ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനും നിയമം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ആരാധനാലയങ്ങൾ തീവ്രവാദം, അക്രമചിന്തകൾ, മതപരമല്ലാത്ത ആവശ്യങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കുന്നതും കർശനമായി നിരോധിച്ചു. അബുദാബിയിലെ അൽ ദഹ്റ റീജിയൻ മുനിസിപ്പാലിറ്റി AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന റോഡ് സ്വീപ്പിംഗ് വാഹനം നിരത്തിലിറക്കി. പൊതുസ്ഥലങ്ങളിലെ ശുചിത്വം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് പുതിയ സംവിധാനം അവതരിപ്പിച്ചത്. റോഡുകൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും വൃത്തിയാക്കാൻ ഈ വാഹനത്തിന് കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പ്രവർത്തന ചെലവ് കുറയ്ക്കാനും പുതിയ സംവിധാനം സഹായിക്കും. പരിസ്ഥിതി സൗഹൃദ നഗര വികസനത്തിനും സുസ്ഥിര ശുചിത്വ സംവിധാനങ്ങൾക്കുമുള്ള അബുദാബിയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ പദ്ധതിയെന്ന് അധികൃതർ വ്യക്തമാക്കി. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം ലോക്സഭയും രാജ്യസഭയും സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ചോദ്യപേപ്പർ ചോർച്ച അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷാംഗങ്ങളുടെ പ്രവൃത്തി സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് വിമർശിച്ച സ്പീക്കർ പാർലമെന്റിൽ ക്രിയാത്മക ചർച്ചകൾ നടക്കണമെന്നും രാജ്യത്തിന്റെ യുവത്വം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിൽ ഫലപ്രദമായ ചർച്ചകൾ നടക്കണമെന്ന് വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ യുവത്വം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉൾപ്പെടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും രാജ്യം സാമ്പത്തിക മേഖലയിൽ മുൻപോട്ട് കുതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. विश्व के कम ही देश हैं जहां इस प्रकार से प्राइवेट साहस हुए हैं और भारत के युवाओं ने अंतरिक्ष में नई उड़ान भरी है. बहुत बड़ी सफलता है. और ये जो स्काईरूट स्टार्टअप है उसमें जो नौजवान काम कर रहे हैं. എന്നാൽ സഭാ നടപടികൾ ആരംഭിച്ച നിമിഷങ്ങൾക്കകം രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു. ചോദ്യപേപ്പർ ചോർച്ച, ജന്തർ മന്ദറിലെ സമരം, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ നിരവധി തവണ തടസ്സപ്പെട്ടു. പിന്നീട് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. सदस्यगण प्लीज आप निधन संबंधी उल्लेख के समय सदन की मर्यादाओं को मेरी सदन में हमेशा ये अपेक्षा रहेगी सदन की परंपरा और प्रतिष्ठा को बनाए रखें. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തിയെന്നും അംഗങ്ങളുടെ നടപടി സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. യുവാക്കളുടെ ഭാവി തകർക്കുന്നതാണ് ചോദ്യപേപ്പർ ചോർച്ചയെന്നും ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും राज्यसभा प्रतिपक्ष नेता मल्लिकार्जुन खड़गे പറഞ്ഞു. लाखों बच्चों की जो भविष्य है उनके भविष्य के बारे में मैं बात कर रहा हूं और उसके लिए आज यहाँ जंतर मंतर पे हजारों बच्चे वहां पर आए हैं. वहां लाठी चार्ज हो गया है. गवर्नमेंट मारने की कोशिश कर रही है. FCRA നിയമ ഭേദഗതി ബിൽ, വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ഉൾപ്പെടെ 7 ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വർഷകാല സമ്മേളനം പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന സൂചനയാണ് ആദ്യ ദിനം തന്നെ നൽകുന്നത്. അയോധ്യ സംഭാവന ക്രമക്കേടും ജന്തർ മന്ദറിലെ സമരവും അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ പാർലമെന്റിൽ ക്രിയാത്മകമായ ചർച്ച നടക്കണമെന്നും എല്ലാ വിഷയവും ചട്ടപ്രകാരം ചർച്ച ചെയ്യാമെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പാർലമെന്റിന് മുൻപിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിലയിരുത്തിയ കോടതി പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്ന് നിരീക്ഷിച്ചു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷവും പ്രതിക്ക് കുറ്റബോധമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിയായിരുന്നു കോടതിയുടെ ഉത്തരവ്.
പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ച കോടതി പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. കോടതി കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്ന് പറഞ്ഞ കോടതി കുറ്റക്കാരനാണെന്നറിഞ്ഞ ശേഷം പ്രതിയുടെ പ്രതികരണങ്ങൾ പരാമർശിച്ചു. പ്രതിക്ക് കുറ്റബോധമില്ലെന്നും കൃത്യമായ ക്രിമിനൽ ബുദ്ധിയുള്ള വ്യക്തിയാണെന്നും കോടതി കണ്ടെത്തി. ജില്ലാ നിയമസഹായവേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി. 2019 കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയുടെ കേസും കോടതി പരാമർശിച്ചു. അതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു എയർ ഓഫ് അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. അർഹിച്ച വിധിയെന്ന സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും ധനസഹായം പ്രഖ്യാപിച്ചതിൽ ആശ്വാസമുണ്ടെന്നും കുട്ടികൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. അതേസമയം ചെന്താമര ജയിൽ ചാടുമോ എന്ന ഭയമുണ്ടെന്നും അതിനാൽ വധശിക്ഷ അനിവാര്യമാണെന്നും മരണപ്പെട്ട സജിതയുടെ സഹോദരിയും കൂട്ടിച്ചേർത്തു. ചെന്താമര നമുക്ക് തൂക്കിക്കൊല്ലം വിധിച്ചാലേ നമുക്കൊരു സമാധാനം ഉള്ളൂ. ഇപ്പോഴും ചെന്താമര കാണുമ്പോൾ, രൂപം കാണുമ്പോൾ നമുക്ക് പേടിയാണ്, കുട്ടികൾക്കും പേടിയാണ്. അതുകൊണ്ട് ചെന്താമര തൂക്കിക്കൊല്ലണമെന്നാണ് അപേക്ഷ ഞങ്ങൾ പറയുന്നത്. അതേസമയം വിധിയിൽ തൃപ്തിയില്ലെന്നും കോടതി വിശകലനം ചെയ്തതിൽ അപാകതയുണ്ടെന്നും ചെന്താമരയ്ക്ക് നീതി തേടി മേൽക്കോടതിയിൽ പോകുമെന്നും പ്രതിഭാഗം വക്കീലും പറഞ്ഞു. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വധശിക്ഷയാണെന്നറിഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് ചെന്താമര കോടതി മുറിയിൽ നിന്നത്. തന്നെ പുറത്തുവിട്ടാൽ കൊലപാതകങ്ങൾ ആവർത്തിക്കുമെന്ന് ചെന്താമര പറഞ്ഞിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. 2025 ജനുവരി 27 പോത്തുണ്ടി ബോയിൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചത്. അമൃത ന്യൂസ്, പാലക്കാട്. ഗവൺമെന്റ് പ്ലീഡർ നിയമന കാര്യത്തിൽ KSUവിന്റെ നിർദ്ദേശം തള്ളി മുഖ്യമന്ത്രി. നിയമന ഉത്തരവ് നേരത്തെ ഇറങ്ങിയതാണെന്ന നിലപാടിലാണ് സർക്കാർ. അതേസമയം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ആശങ്കകൾ അറിയിച്ചതായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടതില്ല എന്ന നിലപാട് KSU സ്വീകരിച്ചുവെന്നാണ് സൂചന. ഗവൺമെന്റ് പ്ലീഡറെ മാറ്റണമെന്ന് ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടുവെങ്കിലും മാറ്റാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. ജിയോണ ജെയിംസ് പ്ലീഡറായി തുടരും. നിയമന ഉത്തരവ് നേരത്തെ ഇറങ്ങിയ സാഹചര്യത്തിൽ പട്ടികയിൽ ഇനി മാറ്റമില്ല എന്ന നിലപാടിലാണ് സർക്കാർ. അതേസമയം മുഖ്യമന്ത്രിയോട് ആശങ്കകൾ അറിയിച്ചുവെന്നും ഇനി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSUവിന്റെ മുഴുവൻ ആശങ്കകളും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങൾ അറിയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്നാണ് അന്നും പറഞ്ഞിരുന്നത്. സർക്കാരിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്കുള്ള ബോധ്യങ്ങൾ, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ അറിവുകൾ മുഴുവൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിനെതിരെ KSU തുറന്ന പോരിനിറങ്ങിയെന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കരുതെന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഇനി സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്ന നിലപാടിലാണ് KSU. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അലോഷ്യസ് സേവ്യറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ സംഘർഷഭരിതമാണ് രാജ്യതലസ്ഥാനം. ബാരിക്കേഡ് മറികടന്ന് സമരക്കാർ പാർലമെന്റിനടുത്തേക്ക് എത്തിയതോടെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. ജന്തർ മന്ദറിലെ സമരവേദി പോലീസ് പൊളിച്ചു നീക്കി. സമരക്കാരുടെ കല്ലേറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. മാർച്ചിന് മുന്നോടിയായി ജന്തർ മന്ദറിന് ചുറ്റുമുള്ള പ്രദേശം പൂർണ്ണമായും ഡൽഹി പോലീസ് നിയന്ത്രണത്തിലാക്കി വൻതോതിൽ ബാരിക്കേഡ് കെട്ടിയിരുന്നു.
എന്നാൽ ജന്തർ മന്ദറിൽ നിന്ന് പുറപ്പെട്ട സമരക്കാർ പോലീസിന്റെ നിർദ്ദേശവും ബാരിക്കേഡും മറികടന്ന് റെയിൽ ഭവന്റെ മുൻപിലൂടെ കർത്തവ്യപഥിൽ പാർലമെന്റിന് മുൻപിലേക്ക് എത്തി. ഇതോടെയാണ് സമരക്കാരെ അതിശക്തമായ സുരക്ഷാസേന നേരിട്ടത്. ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. പാർലമെന്റിലേക്കുള്ള വഴികൾ അടച്ച് പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. തുടർന്ന് വൻ സന്നാഹത്തോടെ ജന്തർ മന്ദറിലേക്ക് എത്തിയ സുരക്ഷാ സമരവേദി പൂർണ്ണമായും പൊളിച്ചു നീക്കി. അവിടെയുണ്ടായിരുന്ന സമരക്കാരെ അടിച്ചോടിച്ചു. സമരക്കാർ നടത്തിയ കല്ലേറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. സമരം രാജ്യതലസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കടന്നതോടെ CJP പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി JP നദ്ദ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കുക, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളാണ് സമരത്തിൽ ചർച്ചയായി ഉന്നയിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പൊതിച്ചോറ് വിവാദത്തിൽ വീണ്ടും നിലപാട് മയപ്പെടുത്തി മന്ത്രി കെ മുരളീധരൻ. ആരുടെയും അന്നം മുടക്കിയതല്ലെന്നും ആലപ്പുഴയിൽ സ്ഥലം കയ്യേറിയതുമായി ബന്ധപ്പെട്ടാണ് ഇടപെട്ടതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം നിലവിലെ സർക്കാർ യു-ടേൺ ഗവൺമെന്റായി മാറിയെന്ന് VN വാസവൻ വിമർശിച്ചു. പൊതിച്ചോറ് വിവാദത്തിൽ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നതിനിടെ വീണ്ടും പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി കെ മുരളീധരൻ. അന്നം മുടക്കിയിട്ടില്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. ഇത് ഭക്ഷണവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇതിനാണ് അന്നം മുടക്കിയെന്ന് പറഞ്ഞ് ചിലരൊക്കെ വിമർശിച്ചതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഡിവൈഎഫ്ഐയും പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് 2 കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോൾ സേവാഭാരതിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണം. ഇത് സർക്കാരിൻ്റെ സ്വത്താണ്, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. പൊതിച്ചോർ വിവാദത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരനെ വിമർശിച്ച് മുൻ മന്ത്രി VN വാസവൻ രംഗത്തെത്തി. സർക്കാർ ഒരു യു-ടേൺ ഗവൺമെന്റായി മാറിയെന്ന് വിമർശിച്ച VN വാസവൻ കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പാക്കുക പ്രായോഗികമല്ലെന്ന് പ്രതികരിച്ചു. വിവിധ സംഘടനകൾ കൊണ്ടുവരുമ്പോൾ ആ ഭക്ഷണം ഏത് സംഘടനയെന്ന് നോക്കിയിട്ട് മാത്രമല്ല വാങ്ങിക്കുന്നത്. വിശക്കുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യത്വം മുന്നിൽ നിർത്തിക്കൊണ്ട് വിശക്കുന്നവർക്കെല്ലാം ഭക്ഷണം ഏത് രാഷ്ട്രീയക്കാരെന്നോ മതക്കാരെന്നോ ജാതിക്കാരെന്നോ നോക്കാതെ കൊടുത്തുകൊണ്ടിരുന്നത്. സർക്കാർ ആശുപത്രികളിൽ സംഘടനകളുടെ കൊടിയും ബാനറും കെട്ടിയുള്ള ഭക്ഷണ വിതരണം അനുവദിക്കില്ലെന്ന നിലപാടിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി പിന്നോട്ടു പോയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ അനാവശ്യമായി തലയിട്ട് പ്രശ്നത്തെ വഷളാക്കിയെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരാണ് ആദ്യം പരാതി നൽകിയത്. ഫാറൂഖ് കോളേജിനെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്നും KS ഹംസ പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് AGയോട് ചോദിക്കുന്നുണ്ട്, യു ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷണർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ AG മറുപടി പറയുന്നത്, യെസ് വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷണർ. വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷൻ. എന്താണ് പെറ്റീഷൻ? 11 അംഗങ്ങളുള്ള പൂർത്തിയായ ബോർഡ് വേണം. 11 അംഗങ്ങൾ വേണമെങ്കിൽ 2 നോൺ മുസ്ലിം അംഗങ്ങൾ വേണം, എന്നാലേ 11 പൂർത്തിയാവുള്ളൂ. അത് വേണം, സെക്ഷൻ 14 അനുസരിച്ച് വേണം. ഇതാണ് പെറ്റീഷൻ. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. കേന്ദ്ര തീരുമാനമനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തിടുക്കം കൂട്ടിയവരാണ് ഇപ്പോൾ വർഗീയ ധ്രുവീകരണവുമായി ഇറങ്ങിയതെന്നാണ് UDFന്റെ മറുപടി. അതേസമയം വഖഫ് ബോർഡ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് നിർണായകം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇടത് സർക്കാർ വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ 11 അംഗങ്ങൾ വേണ്ടിടത്ത് 9 അംഗങ്ങളെയാണ് നിയമിച്ചത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ടായെങ്കിലും സർക്കാർ ഈ അംഗങ്ങളുടെ ഒഴിവ് നിലനിർത്തി. എന്നാൽ പുതിയ സർക്കാർ വന്നയുടൻ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് വഖഫ് ബോർഡിന്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുത്താൻ നീക്കം നടത്തുകയാണെന്ന ആരോപണവുമായി CPM രംഗത്തെത്തി.
കേന്ദ്ര തീരുമാനമനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചവർ തന്നെയാണിപ്പോൾ വർഗീയതയ്ക്കും അസത്യപ്രചരണത്തിനും നേതൃത്വം നൽകുന്നതെന്നാണ് UDFന്റെ മറുപടി. ഇവർ പുറത്തിറങ്ങിയിട്ട് രണ്ടംഗങ്ങളെ മുസ്ലിം അംഗങ്ങളെ വെക്കാൻ കൂട്ടുനിന്നു എന്നൊരു ദുഷ്പ്രചരണം, അതൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന, ആളുകളുടെ വികാരത്തിന് തീപിടിപ്പിച്ച് അവരെ പോളറൈസ് ചെയ്യുന്ന ഒരു പ്രചരണവുമായിട്ട് CPM ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ സെക്ഷൻ 14-ഉം മുഴുവൻ വഖഫ് ഭേദഗതി നിയമവും പാലിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടൊരു വഖഫ് ബോർഡാണ് ഇവിടെ ഉള്ളത്. ആ നിയമപരമായി സർക്കാർ ഇൻഎഫക്റ്റീവ് ആകാൻ പാടില്ല. അത് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഉള്ള നീതിയും ലഭ്യമാവില്ല. അല്ലെങ്കിൽ കോടതി മുഴുവൻ പിരിച്ചിട്ട് ഇതിന് കോടതിക്ക് തീരുമാനിക്കാമല്ലോ. ഇത് ഞങ്ങൾ ഈ വിഷയത്തെ ബുദ്ധിപരമായും നയപരമായും ഇതിന് വഖഫിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അനുകൂലമായും സമീപിച്ചാണ് സർക്കാർ നിലപാടെടുത്തിട്ടുള്ളത്. അതേസമയം 2 അമുസ്ലിം അംഗങ്ങളുടെ ഒഴിവ് ഉടൻ നികത്താമെന്ന് ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയാണ് LDF സർക്കാർ നേരത്തെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതെന്ന് UDF കുറ്റപ്പെടുത്തുന്നു. പുതിയ നിയമത്തിലെ വ്യവസ്ഥകളോട് LDF സർക്കാരിന് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളിൽ വ്യക്തത വരും വരെ താൽക്കാലിക സംവിധാനമായിരുന്നു ഏർപ്പെടുത്തേണ്ടതെന്നും UDF കേന്ദ്രങ്ങൾ പറയുന്നു. അതേസമയം വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിലെത്തിയ പശ്ചാത്തലത്തിൽ ഇനി കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുക. അതേസമയം UDF സർക്കാർ എന്ത് നിലപാടായിരിക്കും കോടതിയിൽ സ്വീകരിക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിക്ക് അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലുള്ള സാന്റാഫെയിൽ ഊഷ്മള സ്വീകരണം നൽകി. 100 കണക്കിന് ഭക്തജനങ്ങളാണ് സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടന്ന സത്സംഗത്തിലും പങ്കെടുത്തത്. അമ്മയുടെ സന്ദേശവുമായി അമേരിക്കയിൽ പര്യടനം നടത്തുന്ന സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ന്യൂ മെക്സിക്കോ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ സാന്റാഫെയിലെത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് സ്വാമി എത്തിയത്. മാതാ അമൃതാനന്ദമയി മഠത്തിലെത്തിയ സ്വാമിജിയെ ആചാരപരമായി പൂർണ്ണ കുംഭം നൽകിയാണ് ഭക്തർ സ്വീകരിച്ചത്. തുടർന്ന് സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. It is a totality that is smiling. Understand that this is how divinity smiles. And this is how God smiles. And this is why the Guru's form and all her actions become meditation. സ്വാമിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഭജനയിലും ധ്യാനത്തിലും നിരവധി പേർ പങ്കെടുത്തു. Let's now meditate for some time. എല്ലാവർക്കും പ്രസാദവും നൽകിയാണ് സ്വാമിജി മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന ഏജന്റിക് AI MCP ഹാക്കത്തോൺ 2026 സമാപിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിനൂതന സാധ്യതകളും മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ സാങ്കേതികവിദ്യയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും പ്രായോഗിക പരിശീലനം നൽകുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. AI അധിഷ്ഠിത ഇന്നോവേഷനും സാങ്കേതിക മികവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഹാക്കത്തോണിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി. കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദ്വിദിന ഏജന്റിക് AI MCP ഹാക്കത്തോൺ 2026 വിദ്യാർത്ഥികളുടെ മികച്ച പങ്കാളിത്തത്തോടെ സമാപിച്ചു. വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസും നൈട്രോസ്റ്റാക്കും സഹകരിച്ച് സംഘടിപ്പിച്ച ഹാക്കത്തോൺ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയായ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ അഥവാ MCP കേന്ദ്രീകരിച്ചായിരുന്നു. അമൃതപുരി ക്യാമ്പസിലെ വിവിധ പഠനശാഖകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഹാക്കത്തോണിന്റെ ആദ്യ ദിനത്തിൽ ഏജന്റിക് AI ഫ്രെയിംവർക്കുകൾ, MCP അധിഷ്ഠിത ആപ്ലിക്കേഷൻ വികസനം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ പരിശീലന ക്ലാസുകൾ നയിച്ചു. വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസ് BFSI ഡയറക്ടർ സുരേഷ് കൃഷ്ണസ്വാമി, പ്രതിനിധി അഭിഷേക് പണ്ഡിറ്റ്, അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ സ്വാമിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഹാക്കത്തോണിന്റെ ആദ്യ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വർക്ക്ഷോപ്പും പരിശീലന സെക്ഷനുകളും സംഘടിപ്പിച്ചു.
amazed of the outputs of these hackathons and very excited about the partnership and the opportunity to collaborate with such a prestigious institution as Amrita. ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 1750 കുട്ടികൾ അതിനെ രജിസ്റ്റർ ചെയ്ത് അവർ ഓരോരോ പ്രോജക്ട്സും നമ്മൾ കണ്ടാൽ അത് അതിശയിച്ച് പോകും. അതുപോലെ ഒരു ബ്രില്യൻസ് നമ്മൾ കാണാൻ കിട്ടി. തുടർന്ന് നടന്ന തത്സമയ ഹാക്കത്തോണിൽ കോഡിംഗിൽ മുൻപരിചയമില്ലാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സ്വന്തമായി MCP ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ച് കഴിവ് തെളിയിച്ചു. എല്ലാ പഠനശാഖകളിലെയും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയിരുന്നു. 6 വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ 3 ടീമുകൾ വീതം വിജയികളായി. വിജയികൾക്കായി ക്യാഷ് പ്രൈസുകളും AI ക്രെഡിറ്റുകളും ഉൾപ്പെടെ ആകെ 10 ലക്ഷം രൂപ മൂല്യമുള്ള സമ്മാനങ്ങളാണ് ഒരുക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസിൽ ഇന്റേൺഷിപ്പിനും നേരിട്ടുള്ള തൊഴിൽ അഭിമുഖത്തിനുമുള്ള അവസരവും ലഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ സാധ്യതകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും നവീന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹാക്കത്തോൺ സഹായകമായതായി സംഘാടകർ വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ആവേശകരമായ പങ്കാളിത്തമാണ് പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമെന്നും അവർ കൂട്ടിച്ചേർത്തു. AI രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും തൊഴിൽ സാധ്യതകളും വിദ്യാർത്ഥികൾക്ക് അടുത്തറിയാൻ അവസരമൊരുക്കിയാണ് 2 ദിവസം നീണ്ടുനിന്ന ഏജന്റിക് AI MCP ഹാക്കത്തോൺ 2026 സമാപിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. ലോക ഫുട്ബോൾ കിരീടം സ്പെയിന്. ഫൈനലിൽ അർജന്റീനയെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കിയാണ് സ്പെയിൻ തങ്ങളുടെ 2ാം ലോക കിരീടം സ്വന്തമാക്കിയത്. കിരീട നേട്ടത്തിന് ശേഷം നാട്ടിലെത്തിയ സ്പാനിഷ് ടീമിന് ഗംഭീര വരവേൽപ്പാണ് ലഭിക്കുന്നത്. മാഡ്രിഡ് നഗരവീഥികളിൽ 10,000-കണക്കിന് ആരാധകരാണ് സ്പാനിഷ് പതാകയേന്തിയും ടീമിന്റെ ജേഴ്സി അണിഞ്ഞും ഒഴുകിയെത്തിയത്. പ്യൂട്ട ഡി സോൾ ഉൾപ്പെടെയുള്ള പ്രധാന സ്ക്വയറുകളിൽ ആളുകൾ പാട്ടുപാടിയും നൃത്തം ചെയ്തും പടക്കം പൊട്ടിച്ചുമൊക്കെയാണ് സ്പെയിനിന്റെ വിജയം ആഘോഷിക്കുന്നത്. അതേസമയം ലോകകപ്പ് ഫൈനലിൽ അർജന്റീന പരാജയപ്പെട്ടതിന് പിന്നാലെ ബ്യൂണസ് ഐറസിൽ വ്യാപക ആക്രമണം. നഗരത്തിലെ ഒബെലിസ്റ്റിക് സ്മാരകത്തിന് മുന്നിൽ തടിച്ചുകൂടി ആരാധകർ പോലീസിന് നേരെ കല്ലും കുപ്പികളും എറിഞ്ഞു. അക്രമികളെ പിരിച്ചുവിടാൻ സുരക്ഷാസേന ജലപീരങ്കി പ്രയോഗിച്ചു. അക്രമ സംഭവങ്ങളെ തുടർന്ന് ഒബെലിക് സ്മാരകത്തിന് ചുറ്റുമുള്ള പ്രധാന റോഡുകളും നഗരമധ്യത്തിലെ പ്രധാന പാതകളുമൊക്കെ പൂർണ്ണമായും അടച്ചു. ഈ ലോകകപ്പിലെ അർജന്റീന സ്പെയിൻ ആവേശ പോരാട്ടം തത്സമയം കാണാൻ ജിദ്ദ ഉൾപ്പെടെയുള്ള സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്ക്രീനിൽ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. നമ്മുടെ നാട്ടിലുമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഫുട്ബോൾ ആവേശത്തിൽ ആറാടുകയായിരുന്നു ശരിക്കും ആരാധകർ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം കാണുന്നതിനായി ഫാൻസ് ക്ലബ്ബുകളും വിവിധ സംഘടനകളും വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കൂറ്റൻ LED സ്ക്രീനുകളാണ് ഒരുക്കിയിരുന്നത്. തത്സമയം കളി കാണാൻ 100 കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് സൗദിയുടെ വിവിധയിടങ്ങളിൽ നേരത്തെ സ്ഥലം പിടിച്ചത്. ഓരോ പ്രദർശന പരിപാടിയും സംഘടന മികവ് പ്രകടമായിരുന്നു. റിയാദിൽ കേളി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 ദിവസമായി നടന്ന തത്സമയ പ്രദർശനം ഫൈനൽ മത്സരത്തോടെ സമാപിച്ചു. ജിദ്ദയിൽ ജിദ്ദ നിലമ്പൂർ മണ്ഡലം KMCC അൽ അബീർ റൂഫ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലും ജിദ്ദ അർജന്റീന ഫാൻസ് ജിദ്ദ ബാഗ്ദാദിയ ഹൈപ്പർ അൽ വഫയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പ്രദർശനത്തിലും സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിനൊടുവിൽ പ്രിയപ്പെട്ട ടീം വിജയകിരീടം ചൂടിയത് ആരാധകർക്ക് വലിയ ആഹ്ലാദമാണ് സമ്മാനിച്ചത്. ജൂൺ 14 തന്നെ സ്പെയിൻ ജയിക്കുമെന്ന് പ്രവചിച്ച അർജന്റീന ഫാൻസിലെ ജംഷീദ് PT ഉൾപ്പെടെയുള്ളവർ കളിയെക്കുറിച്ച് പ്രതികരിച്ചു. വളരെയധികം ഭംഗിയായിട്ട് 2 ടീമുകളെ ഏറ്റുമുട്ടുകയും സ്പെയിൻ വളരെ ഭംഗിയായിട്ട് കളിച്ച് കപ്പ് നേടി. അത് വളരെയധികം സന്തോഷമുണ്ട്. തുടങ്ങുന്നതിന് ഏകദേശം 1 മാസം മുമ്പ് തന്നെ ഒരു പ്രഡിക്ഷൻ നടത്തിയത് ഞാനൊരു അർജന്റീന ഫാനാണെങ്കിൽ കൂടി അതിൽ സ്പെയിൻ ജയിക്കും എന്നുള്ളതായിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഏതായാലും ഇന്നത്തെ മനോഹരമായ കളി 2 കൂട്ടർ നല്ലോണം കളിച്ചു. ഒന്നുകൂടി സ്പെയിനിന്റെ ഭാഗത്തുനിന്ന് നല്ല പെർഫോമൻസ് ഉണ്ട്. പ്രവാസ ജീവിതത്തിൽ എല്ലാം മറന്ന് ഒന്നിച്ചിരുന്ന് ആർക്കൊടിക്കാൻ സാധിച്ച കഴിഞ്ഞ രാത്രി മറക്കാനാവാത്ത അനുഭവമാണെന്ന് എല്ലാവരും പറയുന്നത്. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഈ റിപ്പോർട്ടോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.